ജാനകിയുടെയും അബിയുടെയും വീട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ആക്സിഡന്റിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കഴിയുന്ന ജാനകിയുടെ അരികിലേക്ക് വളരെ പരിഭ്രാന്തിയോടുകൂടി അബി ഓടിക്കിതച്ച് കയറി വരുന്ന കാഴ്ചയോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. അബി വന്ന് കയറുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതുക്കൽ അമലിനെയാണ് കാണുന്നത്. ഓടിച്ചെന്ന് താൻ അമലിന്റെ ഇരു ചുമലുകളിലും പിടിച്ചിട്ട് ചോദിക്കുകയാണ്, അമലെ, എന്താടാ പറ്റിയത് എൻ്റെ ജാനകിക്ക്? ഇത്രയും ചോദിച്ചതിന് ശേഷം ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലേക്ക് താൻ കടക്കുവാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അമൽ അബിയെ ബലമായി പിടിച്ചു നിർത്തിക്കൊണ്ട് പറയുകയാണ്, അബിയേട്ടാ ഒന്നുമില്ല, ഇല്ല, എനിക്ക് ജാനകിയെ കാണണം, നീ എന്നെ വിട്. അബിയേട്ടാ ഒന്നുമില്ലെന്നല്ലേ പറഞ്ഞത്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഇല്ല, നീ എന്നെ വിട്. ഇത് പറഞ്ഞ് പരസ്പരം പിടിവലി നടക്കുന്നതിനിടയിലേക്ക് പെട്ടെന്ന് ഡോക്ടറും നേഴ്സസും കൂടി വരുന്നുണ്ട്. ഡോക്ടറെ കണ്ടപാടെ അബി, ഡോക്ടർ, ജാനകി എന്ന് പറയുമ്പോൾ അമൽ പറയുന്നുണ്ട്, ഡോക്ടറെ, ഇപ്പോൾ ആക്സിഡൻ്റ് ആയിക്കൊണ്ടുവന്ന ജാനകിയുടെ ഹസ്ബൻഡാണ്. അത് കേട്ടിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, പേഷ്യൻ്റ് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, ഹെഡ് ഇഞ്ചറി ഉള്ളതായി സ്കാനിംഗ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒരു എമർജൻസി സർജറി ഉടനെ ചെയ്യുകയാണ്. അയ്യോ ഡോക്ടർ, എൻ്റെ ജാനകി എനിക്ക് വേണം ഡോക്ടർ. എനിക്കിപ്പോൾ ഒരു ഉറപ്പും നൽകാൻ കഴിയില്ല. പേഷ്യൻറ്റിൻ്റെ ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്ത നിലയിലാണ്. വളരെ അപകടം പിടിച്ചൊരു സർജറിയാണ്. നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യൂ, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞങ്ങൾ ചെയ്യാം. ഇത്രയും പറഞ്ഞിട്ട് ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി പോവുകയാണ്. ഡോക്ടറുടെ പിന്നാലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുവാനും ജാനകിയെ കാണുവാനും വേണ്ടി അബി വീണ്ടും ബലം പ്രയോഗിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എൻ്റെ ജാനകിയെ എനിക്കൊന്ന് കാണാൻ പോലും കഴിഞ്ഞില്ലല്ലോടാ. അബിയേട്ടാ, ഇപ്പം കാണാൻ പറ്റില്ല, ഇവിടെ ഇരിക്ക് എന്ന് പറഞ്ഞ് അബിയെ വീണ്ടും ബലമായി പിടിച്ച് അമൽ കസേരയിലേക്ക് ഇരുത്തുകയാണ്. ഈ സമയത്ത് വളരെ വൈകാരികമായി അമലിനോട് അബി ചോദിക്കുകയാണ്, ആരടാ അമലെ എന്നോട് ഈ ദ്രോഹം ചെയ്തത്? പ്രതികാരം ചെയ്യണമായിരുന്നുവെങ്കിൽ ഞാനില്ലേ, എന്നോടാവാമായിരുന്നില്ലേ? എൻ്റെ ജാനകിയെ എടാ തമ്പി അങ്ങനെ ചെയ്യൂടാ, അയാളുടെ മോളല്ലേ അത്. അപ്പോൾ അമൽ പറയുകയാണ്, മൃഗങ്ങൾക്ക് എന്ത് മോള്, അയാൾ അറിയാതെ ഒന്നും നടക്കില്ല ബിയേട്ടാ. ഇത് കേട്ടുകൊണ്ട് കോപത്തോടെ ചാടി എഴുന്നേറ്റിട്ട് അബി വീണ്ടും പറയുകയാണ്, തമ്പി തീരാൻ പോവാടാ, തീർത്ത് കളയും ഞാൻ അവനെ. ജാനകി ഇല്ലെങ്കിൽ തമ്പിയും വേണ്ട. തുടർന്ന് കാണുന്നത് അപർണയാണ്. അപർണ അങ്ങനെ ചിന്തയോടുകൂടി നടക്കുകയാണ്. അപർണയുടെ മനസ്സിൽ താനിപ്പോൾ പറയുന്നത്, എത്ര ആലോചിച്ചിട്ടും അച്ഛനല്ലാതെ ജാനകിയെ കൊലപ്പെടുത്തുവാൻ മറ്റാരുമില്ല. ഞാനങ്ങനെ ചിന്തിച്ചപ്പോൾ അച്ഛനും ആ വഴിക്ക് തന്നെ ചിന്തിച്ചതായിക്കൂടെ? വെറുതെ ആയിരിക്കില്ല അച്ഛൻ വിളിച്ചത്. അച്ഛൻ്റെ സംസാരത്തിൽ സംശയമില്ലെങ്കിൽ പോലും അബിയെയും ജാനകിയെയും പറ്റി അച്ഛൻ ചോദിച്ചിരുന്നു. ഇത്രയും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഉടൻ തന്നെ അപർണ തൻ്റെ ഫോൺ എടുത്ത് തമ്പിയെ വിളിക്കുകയാണ്. ഈ സമയത്ത് കോള് വരുന്നത് കണ്ടുകൊണ്ട് തമ്പി മനസ്സിൽ പറയുകയാണ്, അപർണ സംഭവം അറിഞ്ഞു കഴിഞ്ഞു, ഇനിയിപ്പോൾ നന്നായി ഒന്ന് അറിയിച്ചു കൊടുത്തേക്കാം. എന്നിട്ട് കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഒന്നും അറിയാത്തതുപോലെ, എന്താടി മോളെ, അജയ് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. അച്ഛനിപ്പോൾ എവിടെയാ? ഞാൻ വീട്ടിലുണ്ടടി മോളെ. അച്ഛൻ ഒന്നും അറിയാത്തതുപോലെ ആക്ട് ചെയ്യുകയാണോ? ഞാൻ എന്തിനാണ് നിന്റെ മുൻപിൽ ആക്ട് ചെയ്യുന്നത്? അല്ല, നീ എന്തിനാടി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അച്ഛൻ ഒരാളെ ഒരു ജോലി ഏൽപ്പിച്ചില്ലേ? ജോലി കഴിഞ്ഞ് അയാൾ അച്ഛനെ വിളിച്ചോ? എന്ത് ജോലി? നീ മനസ്സിൽ വെച്ചോണ്ട് പറയാതെ കാര്യമങ്ങ് പറ മോളെ. അച്ഛാ, ജാനകി മരിച്ചതായിട്ടുള്ള വിവരം വന്നിട്ടില്ല, പക്ഷേ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. അവൾക്ക് എന്തു പറ്റി മോളെ? നീ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ വിവരം അറിയുന്നത്. എന്താ, അവൾ വല്ല വിഷവും കഴിച്ചോ? വിഷമടിക്കേണ്ടത് അവളല്ല, നമ്മളായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ജാനകിയുടെ കാർ ആരാണ്ട് ഇടിച്ചു മറിച്ചു, അത് അച്ഛൻ്റെ കളിയാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അവനെ അവളെ തീർത്ത് കളയണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു, പക്ഷേ ഇതിലെനിക്ക് ഒരു പങ്കുമില്ലടി മോളെ. നീ എന്നെ വെറുതെ സംശയിക്കാൻ നിൽക്കല്ലേ. ഇത്രയും കേട്ടതോടുകൂടി ശരിയച്ചാ, വെച്ചോ, നമുക്ക് നേരിൽ കാണാം എന്ന് പറഞ്ഞ് അപർണ ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് ഫോണിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് വിശ്വനാഥൻ തമ്പി പറയുകയാണ്, നേരിൽ കാണുമ്പോൾ ഞാനങ്ങ് സമ്മതിച്ചു തരികയല്ലേ. ഇത്രയും പറഞ്ഞ് തിരിഞ്ഞു നടക്കുവാനിരിക്കുമ്പോൾ വീണ്ടും തൻ്റെ ഫോണിലേക്ക് അടുത്ത കോള് വരികയാണ്. അത് അബിയുടേതായിരുന്നു. ഉടനെ അയാൾ പറയുകയാണ്, ഇത് അബിയാണല്ലോ, തമ്പി ഇനി പേടിക്കാനൊന്നും അല്ല പോകുന്നത്. തുടർന്ന് ഫോൺ എടുത്തിട്ട്, എന്താടാ നീ വിളിച്ചത്? എടാ പന്ന തമ്പി, നീ ഇപ്പോഴേ നിന്റെ ശവക്കുഴി തോണ്ടാൻ തുടങ്ങിക്കോ, ഞാൻ വരുന്നുണ്ടടാ നിന്നെ ജീവനോട് അതിലിട്ട് മൂടാൻ. അത് കേട്ടിട്ട് തമ്പി, എടാ നീ എന്നെ ഇപ്പോൾ വിളിക്കുമെന്ന് ഞാൻ കരുതിയതേ ഉള്ളൂ. എടാ, ജാനകിക്ക് ആക്സിഡൻ്റ് ആയ കാര്യം അപർണ ഇപ്പോൾ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പോഴേ ഞാൻ കരുതിയതാണ്, അബിക്കും ജാനകിക്കും ശത്രുവായിട്ട് ഞാനല്ലേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തു വന്നാലും തമ്പി തന്നെ. എടാ മോനെ, എനിക്കും ജീവിക്കണ്ടടാ, നിർത്തടാ. നീ പറയാൻ പോകുന്നത് ഇത് തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ജാനകിയോടത് ചെയ്തത് നീ തന്നെയാ. ഇത് നിന്റെ സർവനാശത്തിനാടാ തമ്പി. ഞാനിപ്പോൾ ഹോസ്പിറ്റലിലായി പോയടാ, ഞാൻ വരുന്നുണ്ട് നിന്നെ കാണാൻ, നീ കരുതിയിരുന്നോ. ഇത്രയും പറഞ്ഞിട്ട് അബി ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്യുമ്പോൾ ആ ഫോണിലേക്ക് പിന്നെയും നോക്കിക്കൊണ്ട് തമ്പി പറയുകയാണ്, തമ്പിയെ നീ എന്ത് ചെയ്യാനടാ, മൂക്കിൽ വലിച്ചു കയറ്റുവോ? ഒരു തെളിവുമില്ലാതെ തന്നെയാടാ തമ്പി ആ കള പറിച്ചു കളഞ്ഞത്.
തുടർന്ന് കാണുന്നത് വക്കീൽ സക്കീർ ഹുസൈനും നിരഞ്ജനയും കൂടി അവിടേക്ക് ഓടിക്കയറി വരുന്നതാണ്. വന്നു കയറിയപ്പോഴേ സക്കീർ ഭായ് ചോദിക്കുകയാണ്, ജാനകിക്ക് എങ്ങനെയുണ്ട്? ആ, ഇപ്പോൾ സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട്. ഇത്രയും കേൾക്കുമ്പോഴേക്കും നിരഞ്ജന വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട്. സക്കീർ ഭായ്, ഇനി എനിക്ക് അവൾ തുണയായിട്ടുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ഈ സമയത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന നിരഞ്ജനയുടെ കയ്യിലേക്ക് അമല് ജാനകിയുടെ ഫോൺ എടുത്ത് കൊടുത്തിട്ട് പറയുകയാണ്, ഏട്ടത്തി, ഈ ഫോൺ കയ്യിൽ വെച്ചു. ജാനകി എടുത്തയെ ഹോസ്പിറ്റലിൽ എത്തിച്ച ഒരാൾ തന്നതാണ്. ഉടനെ സക്കീർ ഭായ് പറയുകയാണ്, കരുതിക്കുട്ടി പ്ലാൻ ചെയ്ത് ജാനകിയെ കൊലപ്പെടുത്തുവാൻ നടത്തിയ ശ്രമമാണിത്. വിവരമറിഞ്ഞ ഉടൻ തന്നെ സംഭവ സ്ഥലത്തേക്ക് ഞാൻ പോയിരുന്നു. ആ വാഹനം ആളൊഴിഞ്ഞ ഒരു ബിൽഡിങ്ങിന്റെ മുൻപിൽ പാർക്ക് ചെയ്തതായിട്ട് വിവരം ലഭിച്ചിട്ടുണ്ട്. പ്ലാൻ ചെയ്ത സ്ഥലത്ത് വെച്ചാണ് ജാനകിയുടെ കാറിന്റെ പിൻപിലിടിച്ചത്. അപ്പോൾ നിരഞ്ജന ചോദിക്കുന്നുണ്ട്, ജാനകിയിടത്തി പുറത്തു പോകുന്ന വിവരം അവരെങ്ങനെയാണ് കൃത്യമായിട്ട് അറിഞ്ഞത്? അതിന് സക്കീർ ഹുസൈൻ, ആ ചോദ്യമാണ് പല സംശയങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ അമൽ, ഒരു സംശയവും വേണ്ട, ഒറ്റുകൊടുത്തവൾ ആ വീട്ടിൽ തന്നെയുണ്ട്, തമ്പിയുടെ മകൾ. തമ്പി ഇത് നേരത്തെ പ്ലാൻ ചെയ്തതാണെന്നുള്ള കാര്യം ഉറപ്പാണ്. കേസിൽ നിന്ന് രക്ഷപ്പെടുവാൻ ജാനകിയിടത്തി ഇല്ലാതാകണം എന്നയാൾ ഉറപ്പിച്ചു. അപ്പോൾ സക്കീർ ഹുസൈൻ, അവിടെ ഒരു ചോദ്യമുണ്ട്. ഒരു കേസ് നിലനിൽക്കുമ്പോൾ തമ്പി അതിനുവേണ്ടി ശ്രമിക്കുമോ? എല്ലാവരും അയാളുടെ പേര് പറയുമെന്ന് തമ്പിക്ക് അറിയില്ലേ? അയാൾ അത്ര മണ്ടനാണോ? അപ്പോൾ അമൽ, മറ്റൊരാൾ ചെയ്താലും അയാളെയല്ലേ സംശയിക്കൂ? ഇവിടെയും അത് തന്നെ പറയാമെന്ന് അയാൾ കരുതിയാൽ പോരെ? അയാൾ ചെയ്തതിന് അയാളെ കൊടുക്കാനുള്ള തെളിവില്ലാതിരുന്നാൽ പോരെ? ഉടനെ നിരഞ്ജന ചോദിക്കുന്നുണ്ട്, ഇടിച്ച വണ്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചോ? സംഭവം നടന്ന സ്ഥലത്ത് ദൃക്സാക്ഷികളായിട്ട് ആരുമില്ല. കുറച്ച് കഴിഞ്ഞ ശേഷം അതുവഴി വന്നവരാണ് ആക്സിഡന്റ് നടന്ന വിവരം അറിയുന്നത്. പക്ഷേ ഇടിച്ച വാഹനം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്, 1 കിലോമീറ്ററിനുള്ളിൽ. അത് കേട്ടിട്ട് വീണ്ടും നിരഞ്ജന പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ അത് ആരുടെ വെഹിക്കിളാണെന്ന് അറിയാമല്ലോ. അത് ഒരു തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. തമിഴ്നാടോ? അതെ, പക്ഷെ നമ്പർ ഫേക്ക് ആകാനാണ് സാധ്യത. പോലീസ് ഇപ്പോൾ അതിൻ്റെ പിന്നാലെയാണ്. ഏൽപ്പിച്ച പണി നിർവഹിച്ച് തയ്യാറാക്കി നിർത്തിയിരുന്ന മറ്റൊരു വണ്ടിയിൽ കയറി അവർ രക്ഷപ്പെട്ടു. ഇതൊരു കരുതിക്കൂട്ടിയുള്ള കൊലപാതക ശ്രമമാണെന്ന് ഞാൻ പറയാനുള്ള കാരണവും അതുതന്നെയാണ്. ആരെന്നുള്ള ചോദ്യം മാത്രമേ ഇനി നമ്മുടെ മുൻപിലുള്ളൂ. തുടർന്ന് കാണുന്നത് അപർണയാണ്. അപർണ വല്ലാത്തൊരു പരിഭ്രാന്തിയോടുകൂടി മഞ്ജു ചേച്ചി മഞ്ജു ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് വീട് മുഴുവൻ അങ്ങനെ ഓടി നടക്കുകയാണ്. അപർണയുടെ വിളി കേട്ടുകൊണ്ട്, എന്താ പറഞ്ഞ, എന്തുപറ്റി, മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് മഞ്ജുവും അവിടേക്ക് എത്തുന്നു. അപ്പോൾ അപർണ പറയുകയാണ്, മഞ്ജു ചേച്ചി, അമൽ ഇപ്പോൾ എന്നെ വിളിച്ചിരുന്നു. ആ, എന്താ, പൊന്നു എവിടെ? അവളിവിടെ ഉണ്ടായിരുന്നല്ലോ. മഞ്ജു ചേച്ചി, അവളോട് ഈ വിവരം ഇപ്പോൾ അറിയിക്കരുത്. എന്താ, എന്തുപറ്റി? ജാനകിയുടെ കാറ് ആക്സിഡൻ്റായി. അവളിപ്പോൾ ഹോസ്പിറ്റലിലാണ്. കാറ് കണ്ടു മനസ്സിലാക്കി ആരോ അമലിനെ വിളിച്ച് പറഞ്ഞതാണ്. അയ്യോ, ജാനകിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അപർണ, അതൊന്ന് പറ. വലിയ പരിക്കു വല്ലതുണ്ടോ? സംഭവ സ്ഥലത്ത് നിന്ന് പറഞ്ഞതനുസരിച്ച് രക്ഷപ്പെടില്ലെന്നാണ് അമല് പറഞ്ഞത്. ഇത്രയും കേട്ടപ്പോഴേക്കും നെഞ്ചിൽ കൈവച്ചുകൊണ്ട്, അയ്യോ, ഞാൻ എന്തായി കേൾക്കുന്നതെന്ന് ചോദിച്ച് മഞ്ജു സോഫയിലേക്ക് തലയ്ക്ക് കൈ കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് നിലവിളിയോട് ചോദിക്കുന്നുണ്ട്, ഇതിനാണോ പൊന്നുവിനെ നോക്കിക്കോണമെന്ന് പറഞ്ഞിട്ട് ജാനകി ഇവിടുന്ന് പോയത്? മഞ്ജു ചേച്ചി, കരഞ്ഞ് ബഹളം ഉണ്ടാക്കരുത്. അപർണ ഇത് പറയുകയും ഉടൻ തന്നെ പൊന്നു അവിടേക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ട് പൊന്നു ചോദിക്കുന്നുണ്ട്, എന്തിനാ മഞ്ജു ആൻറ്റി കരയുന്നേ? ഉടൻ തന്നെ മഞ്ജു പൊന്നുവിനെ വാരി തൻ്റെ മാറോട് അമർത്തിക്കൊണ്ട് എൻ്റെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങനെ പുഞ്ചിരിയോടുകൂടി നിൽക്കുകയാണ് അപർണ അവിടെ. ഉടൻ തന്നെ മുഖഭാവം മാറ്റി സങ്കടത്തോടുകൂടി അപർണ പറയുകയാണ്, പൊന്നു, മഞ്ജു ആൻറ്റിയുടെ ആരോ മരിച്ചുപോയി, അതാ ആൻറ്റി കരയുന്നത്. പൊന്നു പോയി കളിച്ചോ. മഞ്ജു ചേച്ചി, ഒന്ന് കരയാതിരിക്കേ. ഇവിടെ ആരുമില്ല, കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. തുടർന്ന് ഞാൻ അമലിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് അപർണ മുകളിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ വീണ്ടും പൊന്നു ചോദിക്കുന്നുണ്ട്, മഞ്ജു ആൻറ്റിയുടെ ആരാ മരിച്ചത്? എന്നോടൊന്നും ചോദിക്കല്ലേ മോളെ. ഈശ്വര, മരിച്ചു പോയതാണോ അതോ എന്നോടൊന്നും പറയാത്തതാണോ? മഞ്ജു ആൻറ്റിയുടെ അമ്മയാണോ മരിച്ചത്? അമ്മ തന്നെയാ മോളെ. അമ്മ പോയി എന്ന് പറഞ്ഞ് വീണ്ടും പൊന്നുവിനെ അടുക്കി പിടിക്കുകയാണ് മഞ്ജു. അപ്പോൾ പൊന്നു, മഞ്ജു ആൻറ്റി വേഗം വീട്ടിലേക്ക് പൊക്കോ. ഈശ്വര, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ലല്ലോ. അത് കണ്ടുകൊണ്ട് മഞ്ജുവിൻ്റെ കവളിലെ കണ്ണുനീര് തുടച്ചുകൊണ്ട് വീണ്ടും പൊന്നു പറയുന്നുണ്ട്, മഞ്ജു ആൻറ്റി വേഗം വീട്ടിലേക്ക് ചെല്ല്, ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കരയണ്ട. ഞാൻ എവിടേക്കും പോകുന്നില്ല മോളെ, നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ നിന്റെ അമ്മ പോയത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പൊന്നുവിനെ വീണ്ടും മഞ്ജു തൻ്റെ മാർവോട് ചേർത്തമർത്തുകയാണ്. തുടർന്ന് വീണ്ടും കാണുന്നത് സക്കീർ ഹുസൈനെയും അബിയെയുമാണ്. സക്കീർ ഭായ് പറയുന്നുണ്ട്, നമ്മൾ തമ്പിക്ക് പിന്നാലെ പോകുമ്പോഴും ഇത് ചെയ്തവൻ രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. ഇപ്പോഴും തമ്പിയിൽ എത്തിച്ചേരുവാൻ എനിക്ക് കഴിയുന്നില്ല. അത് കേട്ടിട്ട് അബി, അതിനുള്ള മറുപടിയാണ് അമൽ പറഞ്ഞത്. ഇതാര് ചെയ്താലും തമ്പിയുടെ തലയിൽ കെട്ടിവെക്കുമെന്നുള്ള മറുപടി അയാൾക്കുണ്ട്. ഉടനെ സക്കീർ ഹുസൈൻ ചോദിക്കുകയാണ്, ജാനകി ഇല്ലാതെയായാൽ കേസ് തീരുമോ? രാധാമണി വാരസ്യാരില്ലേ? അവർക്ക് വേണ്ടി അബിക്ക് കോടതിയെ സമീപിക്കാമല്ലോ. ഇനിയിപ്പോൾ അബിക്കെന്നല്ല, ആർക്കു വേണമെങ്കിലും പോകാം. ഉടനെ അബി ചോദിക്കുകയാണ്, സക്കീർ ഭായ് പറഞ്ഞു വരുന്നത് ആരെക്കുറിച്ചാണ്? അതെ, ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്ന നകുലനെ കുറിച്ച് തന്നെ.
എന്തിന് നകുലൻ വർഷങ്ങൾക്ക് ശേഷം ജാനകിയെ തേടി ഇവിടെ വരണം? ജാനകി വിവാഹം കഴിച്ചൊരു കുടുംബമായി കഴിയുന്നു, ഒരു കുട്ടിയുമായി. എന്നിട്ടും അവൻ അബിയെ കാത്തുനിന്ന് കാണുന്നു. ജാനകിയുമായിട്ടുള്ള പഴയ കഥകൾ മറ്റൊരു തരത്തിൽ പറയുന്നു. ജാനകിയെ അവന് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ അവളിനി ജീവിക്കണ്ട എന്ന് കരുതിയല്ലേ അവൻ മറ്റൊരു തരത്തിൽ വന്നത്? നിങ്ങളുടെ കുടുംബജീവിതം തകർക്കുകയാണ് അവൻ്റെ ലക്ഷ്യം. സക്കീർ ഭായ്, അവനെക്കുറിച്ച് ജാനകി എല്ലാം എന്നോട് പറഞ്ഞിരുന്നു. അവനൊരു സൈക്കോയാണ്. സ്വന്തം ആഗ്രഹങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്ന ഒരു പ്രകൃതം. അവൻ വന്നിരിക്കുന്നത് നല്ലതിനല്ല എന്നും എനിക്കറിയാം. അവനാണിതിൻ്റെ പിൻപിലെങ്കിൽ ഉറപ്പായും അവനിപ്പോൾ ഈ നാട്ടിലുണ്ടാവും. ഒരുപക്ഷെ ആക്സിഡന്റ് നടത്തിയ വണ്ടിയിലോ അല്ലെങ്കിൽ അതിൻ്റെ പിൻപിലുള്ള മറ്റൊരു വണ്ടിയിലോ അവനുണ്ടായിരുന്നിരിക്കാം. അത് ഇത്തരം സ്വഭാവക്കാരുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് അവൻ നാട്ടിലുണ്ടോ എന്നുള്ള കാര്യം സക്കീർ ഭായ് ഒന്ന് അന്വേഷിക്കണം. അതും ഉടനെ തന്നെ വേണം. ശരി, ഞാനത് അന്വേഷിക്കാം. അവനെപ്പറ്റിയുള്ള വിവരങ്ങൾ ജാനകിയിൽ നിന്നറിഞ്ഞപ്പോൾ ഞാൻ അവനെ അന്വേഷിച്ചതാണ്. അവൻ തിരിച്ചു പോയി എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. അവനുമായിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക് കാത്തിരുന്നതാണ് ഞാൻ. നകുലൻ നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കവനെ വേണം. ശരി, ഞാൻ അന്വേഷിച്ച് വിവരം തരാം എന്ന് പറഞ്ഞിട്ട് സക്കീർ ഹുസൈൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. തുടർന്ന് വീണ്ടും പരിഭ്രാന്തനായി നിൽക്കുന്ന അബിയുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് അമൽ ചോദിക്കുന്നുണ്ട്, എന്താ അബിയേട്ടാ? അല്ല, സക്കീർ ഹുസൈൻ ചില സംശയങ്ങൾ പറയുകയായിരുന്നു. അതൊക്കെ കണ്ടെത്താനും അതിന് മറുപടി കൊടുക്കുവാനും എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ജാനകി, ഇത്രയും പറഞ്ഞ് അബി സങ്കടത്തോടെ നിൽക്കുകയാണ്. തുടർന്ന് കാണുന്നത് രാധാമണി വാരസ്യരെയാണ്. ജാനകിയുടെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് അവരങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവിടേക്ക് മേഘന ചെന്നിട്ട് പറയുകയാണ്, അമ്മ ഇങ്ങനെ മഴയും നോക്കി നിൽക്കാതെ റൂമിലേക്ക് വാ, ഭക്ഷണം കഴിക്കണ്ടേ? അമ്മ മരുന്ന് കഴിച്ചാൽ ഞാൻ ജാനകിയെ ഫോണിൽ വിളിക്കാം. സത്യം അമ്മേ, ജാനകിയെ ഞാൻ വിളിക്കാം ഫോണിൽ. പക്ഷേ മരുന്ന് കഴിക്കണം. ആഹാ, അപ്പൊ കാര്യങ്ങൾ പറഞ്ഞാൽ അമ്മയ്ക്ക് അറിയാം അല്ലേ? മോള്, എൻ്റെ മോള്. ഇപ്പൊ വിളിക്കാം കേട്ടോ. ഇത് പറഞ്ഞുടൻ തന്നെ മേഘന ഫോൺ എടുത്ത് ജാനകിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഈ സമയത്ത് നിരഞ്ജനയുടെ കയ്യിലാണ് ജാനകിയുടെ ഫോണുള്ളത്. ബെല്ലടിച്ചപ്പോൾ തന്നെ നിരഞ്ജന പെട്ടെന്ന് അബിയേട്ടാ, ജാനകി ഇടത്തിയുടെ ഫോണിലേക്ക് ഒരു മേഘന വിളിക്കുന്നു. ഇത് പറഞ്ഞ് ഫോൺ അബിയുടെ കയ്യിലേക്ക് നൽകുകയാണ്. അബി ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ, ഇത് ജാനകിയുടെ ഫോണല്ലേ? അതെ, ഞാൻ അബിറാമാണ്. മേഘനയല്ലേ? അതെ സാർ. അമ്മ ജാനകി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സാർ. ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല, പുറത്തിറങ്ങി നിൽക്കുകയാണ് അമ്മ. എന്താ സാർ ജാനകി വരാത്തത്? ഉടനെ അബി, അത് പിന്നെ ഇപ്പോൾ ഉടനെ ആർക്കും അങ്ങോട്ട് വരാൻ കഴിയുന്നൊരു സിറ്റുവേഷൻ അല്ല. എന്തുപറ്റി സാർ? തുടർന്ന് അബി സംഭവിച്ച കാര്യങ്ങളൊക്കെ മേഘനയോട് വിശദീകരിച്ചിട്ട് പറയുകയാണ്, ഞാൻ തിരുമേനിയെ വിളിച്ച് പറയാം. അമ്മയുടെ കാര്യത്തിൽ നിങ്ങളുടെ ഒരു ശ്രദ്ധയുണ്ടാവണം. എൻ്റെ ഒരു അപേക്ഷയാണിത്. ഈ സമയത്ത് അമ്മയെ കൊണ്ടു നിർത്താൻ വേറൊരിടമില്ല. ജാനകിക്ക് ബോധം തെളിഞ്ഞാൽ ഞാൻ വന്നോളാം. ശരി സാർ. ഇത്രയും പറഞ്ഞ് മേഘന ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഒന്നും മനസ്സിലാകാതെ അടുത്ത് നിൽക്കുകയാണ് രാധാമണി വാരസ്യർ. തുടർന്ന് കാണുന്നത് നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോയാണ്. സർജറിയൊക്കെ കഴിഞ്ഞ് തല മുഴുവൻ വെച്ച് കെട്ടി ഓക്സിജൻ മാസ്കുമായി കിടക്കുന്ന ജാനകിയുടെ അരികിലേക്ക് ചെന്നിട്ട് അബി പറയുകയാണ്, ജാനകി, നിന്റെ അബിയേട്ടനാണ്, കണ്ണും തുറക്ക് ജാനകി. അടുത്തതായി കാണുന്നത് കണ്ണുനീരോടുകൂടി നിരഞ്ജന ഫോണിൽ വിളിച്ചിട്ട് അബിയുടെ അമ്മ പ്രഭാവതിയോട് ജാനകിയിടത്തി ആക്സിഡൻ്റായി എന്ന് പറയുന്നു. ഇത് കേട്ടുകൊണ്ട് ആക്സിഡൻറ്റോ എന്നുള്ള ഞെട്ടലോടുകൂടി പ്രഭാവതി വിങ്ങിപ്പൊട്ടുകയാണ്. അടുത്തതായി കാണുന്നത് അമൽ അപർണയുടെ മുഖത്ത് നോക്കി, എനിക്ക് സംശയം നിന്നെ തന്നെയാ. എനിക്ക് മാത്രമല്ല, പലർക്കും ആ സംശയമുണ്ട്. നീ തന്നെയാണ് അത് ചെയ്തത്. അതേടാ, ജാനകിയെ തീർത്ത് കളയുവാൻ ആളെ വിട്ടത് ഈ അപർണ തന്നെയാണ്. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ചോദ്യത്തോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഉദ്വേഗജനകമായ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ അടുത്ത എപ്പിസോഡുമായി നാളെ വീണ്ടും എത്താം. അതുവരേക്കും ബൈ.